ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് പടം പോയിട്ടുണ്ട്. ഓണം വിന്നർ ആവേണ്ടി നൈറ്റ് വന്ന് ഫസ്റ്റ് ഇന്റർവെല്ലിൽ നല്ലൊരു ടേണിംഗ് പോയിന്റോടെ ഒരു പഞ്ച് എന്നാണ് നിർത്തുന്നത്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പിച്ച്. കാരണം സിനിമയുടെ ഒരു 90% ഫിഷിംഗ് ബോട്ടിൻ്റെ അകത്താണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് കൊള്ളാം. പക്ഷേ നല്ല രീതിയിൽ വലിച്ച് നീട്ടി. അതായത് ഒരു 1.5 മണിക്കൂർ തീർക്കാനുള്ള ഒരു സാധനത്തിന് 2.5 മണിക്കൂർ ഇട്ട് വലിപ്പിച്ചിട്ടുണ്ട്. പെപ്പയുടെ കുറച്ച് ആക്ഷൻ ബ്ലോക്സ് കൊള്ളാം. പിന്നെ ഈ ബോട്ടിൽ നടക്കുന്ന ആ ഒരു ക്യാമറ വർക്കും അങ്ങനെയുള്ള പടം ഹെവി പടമാണ്. തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മെറ്റീരിയലാണ്. ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് പടം പോയിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഒരു 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഉള്ളൊരു പടമാണ്. പടത്തിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, അതുപോലെ സിനിമാറ്റോഗ്രാഫി. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു 8-10 ആർട്ടിസ്റ്റുകൾ ഫുൾ ടൈം സ്ക്രീനിലുണ്ട്. 8-10 പേര് ഫുൾ ടൈം സ്ക്രീനിലുണ്ട്. അവർക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യേണ്ട സ്പേസും ഉണ്ട്. അവരെല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ഷനും VFX പരിപാടിയൊക്കെ കൊള്ളാം. ബാക്കിയൊന്നും ഒരു ഭയങ്കര എലിവേഷൻ തോന്നിയില്ല ചില സീനൊക്കെ. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി നീട്ടിലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഡീസൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എനിക്കൊരു ആവറേജ് ഫീലായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം നല്ല രസമുണ്ടായിരുന്നു. കാരണം അതിൽ അവരെ കരയിലെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കടലിലോട്ട് പോകുന്നതും കടലിലെ ബോട്ടിലെ സീൻസൊക്കെ നല്ലതായിട്ട് മേക്കിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ അവരുടെ ജീവിതമൊക്കെ നമുക്ക് അതിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി ഫീലായിരുന്നു. ഇൻ്റർവെല്ലിൽ നല്ലൊരു ടേണിംഗ് പോയിന്റോടെ ഒരു പഞ്ച് എന്നാണ് നിർത്തുന്നത്. പെപ്പയുടെ പടം സെക്കൻഡ് ഹാഫ് നമ്മളൊരു ഭയങ്കര ഒരു RDX ലെവലിലൊക്കെ നമ്മൾ അവർ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഫുള്ള് കടൽ സീൻസാണ്. അപ്പം അതിൻ്റെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പടത്തിൽ. കാരണം കഥ ഒന്നുമില്ല അതിൽ. റിവെഞ്ച് ആയപ്പോഴത്തേക്കും ആ ബോട്ട് സീൻസ് മാത്രമായി മാറി. പിന്നെ ബാക്കി ആ സിനിമ അതിൻ്റെ അകത്ത് മാത്രമായി. പിന്നെ എങ്ങനെയൊക്കെ വീണ്ടും 1 മണിക്കൂർ വലിച്ചെടുപ്പിച്ച് ലാസ്റ്റ് വീണ്ടും പടം നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. പെപ്പ അടിപൊളിയായിട്ടോ, ഒരു രക്ഷയില്ല. കാര്യം പടം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടലെന്നുള്ളൊരു പേരിൽ അത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് പടം ഒരേ ഫ്ലോയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി മേക്കിംഗ് ആണ്, എല്ലാം സൂപ്പറാണ്. VFX എല്ലാം അതിന് സൈലൻ്റ്, അതിനനുസരിച്ചാണ് പോകുന്നത്. കാര്യം പടം ഒരു വേറെ ലെവലാണ്. മൊത്തം ബോട്ടിൽ വെച്ചാൽ അവസാനം വരെ ക്ലൈമാക്സ് രംഗങ്ങൾ മൊത്തം ബോട്ടിലാണ്. ഓണം വിന്നർ ആവേണ്ടി നൈറ്റ് വന്ന് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഉറപ്പായിട്ട് ഓണം വിന്നർ ആവുമെന്ന് വിചാരിച്ചാൽ സെക്കൻഡ് ഹാഫ് എവിടെയൊക്കെയാണെന്ന് കുറച്ച് ഫ്ലാറ്റായി പോയി. ഒരു മാസ് കൊമേഴ്ഷ്യൽ ഐറ്റം എന്ന് പറയാനുണ്ടോ? അത് തന്നെയാണ്. ആ ഒരു മാസ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മാസ് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. അതിനുള്ള വർത്തായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അല്ല, നമ്മൾ എന്തായാലും ഓണം തൂക്കുമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കിടന്നപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര നിന്നില്ലെങ്കിലും കൊള്ളാം.